നോക്കൂ, ഈ വിഷയത്തിൽ പോലീസിൻ്റെ മെല്ലെപ്പോക്കുണ്ട്. പോലീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മെല്ലെപ്പോക്കുള്ളത്, പല തലങ്ങളിൽ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കുണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ എം പി രാജേഷ് മാധ്യമങ്ങളെ കണ്ടിട്ടൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ കണക്കല്ല കേട്ടോ. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഒരു മാസമായി ഈ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു കണക്കാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, അതുവഴി ജനങ്ങളോട് പറഞ്ഞത്. നോക്കൂ, കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ 1,17,000 വാഹന പരിശോധനകളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. നമുക്കാകെ 14 ജില്ലകൾ മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ഏതാണ്ട് ഒരു ദിവസം ഒരു 3,500-4,000 വാഹനങ്ങൾ നിരന്തരം പരിശോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കണക്കായിട്ട് ഞാൻ കാണുന്നില്ല. 1,17,000 വാഹനങ്ങൾ പരിശോധിച്ചു. ഏതാണ്ട് 14,000-ഓളം റെയ്ഡുകൾ ലഹരി വേട്ടയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. 10,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3,000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന, സർക്കാരിൻ്റെ പ്രതിനിധിയായ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കണക്കാണ്. അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ലെന്ന് മാത്രവുമല്ല, കഴിഞ്ഞ 2 ആഴ്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വാർത്താ സമ്മേളനങ്ങളുടെയും ഒരു മേജർ ഷെയർ എന്ന് പറയുന്നത് സർക്കാർ ഈ ലഹരി വിരുദ്ധ വേട്ടയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമുക്കറിയുന്നത് പോലെ എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പോലീസിൻ്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നൊരു പദ്ധതിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ സംസ്ഥാനത്ത് സർക്കാർ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വലിയ മുൻകൈ കൊടുക്കുന്നുണ്ട്. അത്തരം ഇനിഷ്യേറ്റീവുകൾ സംസ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് മെല്ലെപ്പോക്ക്, ഏതൊക്കെ തലത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ സംഭവത്തിൻ്റെ ടൈം ലൈൻ തന്നെയാണ്. നോക്കൂ, 2024 നവംബറിലാണ് ഈ വിൻസി അലോഷ്യസ് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് മലപ്പുറത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാണ് നടന്നത്? 2024 നവംബറിൽ, അതായത് 6 മാസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ നേരത്തെ സർക്കാർ തീരുമാനിച്ച പ്രകാരം ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ വനിതകൾ ഉണ്ടായിരുന്നല്ലോ. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിലേക്ക് ഈ പരാതി പോയിട്ടുണ്ടല്ലോ. ആ പരാതി പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇൻറ്റേർണൽ കമ്മിറ്റി ചട്ടപ്രകാരം ചെയ്യേണ്ടത്? അവർ ആ പരാതി സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കണം, എന്നിട്ട് അതിൻ്റെ ഒരു നടപടി ശുപാർശ ചെയ്യണം. ആ നടപടി ആർക്ക് ശുപാർശ ചെയ്യണം? ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് സെല്ലിന് ശുപാർശ ചെയ്യണം. എന്നാൽ ഈ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ലല്ലോ. എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ വിൻസി അലോഷ്യസ് ഈ പരാതി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഇന്റേൺ കമ്മിറ്റി അത് കേട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ എന്താ നടന്നത്? അവിടെ പോയിട്ട് സംവിധായകൻ വിൻസിയോട് മാപ്പ് പറഞ്ഞു, എന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞു, ഇനി സെറ്റിൽ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ ഒരു ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്യുന്നൊരു വ്യവസായം കൂടിയാണല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും, അത് വലിയ വിഷയമായി മാറും. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംവിധായകൻ ഒരു ഗതികേടിൽ പോയിട്ട് ഈ പറയുന്ന, അപ്പോഴും അയാൾ ഷൈൻ ടോം ചാക്കോയെ വാൺ ചെയ്യുന്നില്ല കേട്ടോ, പോയിട്ട് ഇനി മുതൽ മാന്യമായിട്ട് സെറ്റിൽ പെരുമാറണം എന്ന് മാത്രമാണ് പറയുന്നത്. അതോടെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ മെല്ലെപ്പോക്ക് അവിടെയാണ് സംഭവിക്കുന്നത്. ഈ ഇന്റേൺ കമ്മിറ്റി എന്താണ് അവിടെ ചെയ്തത്? ഇന്റേൺ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്താണ്? അവരത് നിർവഹിക്കണമല്ലോ, അവരത് കൃത്യമായിട്ട് ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കുകയും ആ നടനെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യണമായിരുന്നല്ലോ. ആ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മെല്ലെപ്പോക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ 2015 കൊക്കൈൻ, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസല്ലേ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഇൻവോൾവ് ആയിട്ടുള്ള, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. ആ കൊക്കൈൻ കേസ് സംഭവിക്കുന്നത് 2015 ജനുവരി 30-നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് 10 വർഷമായി നടന്നു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരിയിലാണ് കോടതി വിധി വരുന്നത്. ആ കോടതി വിധിയിൽ അദ്ദേഹത്തെ അടക്കമുള്ള പ്രതികളെല്ലാം വെറുതെ വിട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ആയിട്ട് ആ വിഷയം സമൂഹത്തിലുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 10 വർഷമായി എന്തൊക്കെ പെർഫോമൻസാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്പിയറൻസിലും താനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണല്ലോ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പല പരാതികളും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് സിനിമാ സംഘടനകൾ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സിനിമാ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ? അത് FEFCA ആണെങ്കിലും അത് അമ്മയാണെങ്കിലും ഏത് സിനിമാ സംഘടനയാണെങ്കിലും അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചത്? അയാളൊന്ന് വാൺ ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ? എന്ത് സിനിമാ സംഘടനകളാണിത്? അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെയും മെല്ലെപ്പോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാപ്പൻ ടു ബി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണല്ലേ, വിൻസി അലോഷ്യസിൻ്റെ ഈ പരാതി വരുന്നു. ആ പരാതിയുടെ അടുത്ത ദിവസമാണ് ഒരു റെയ്ഡ് നടക്കുന്നത്, ഡാൻസ് ഓഫിൻ്റെ. ആ റെയ്ഡ് നടക്കുമ്പോഴാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നമ്മൾ ഈ കേട്ട കഥയനുസരിച്ച് 3-ാം നിലയിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. ഇവിടെ പോലീസ് എന്താ ചെയ്തത്? ഷൈൻ ടോം ചാക്കോയുടെ പേര് ഈ രജിസ്റ്ററിൽ കാണുന്നുണ്ട് അവർ. ആ രജിസ്റ്ററിൽ കാണുമ്പോഴാണ് അവിടെ പോയിട്ട് മുട്ടി വിളിക്കാൻ തീരുമാനിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, 2015 കൊക്കൈൻ കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, പോലീസ്
പോലീസ് ആ കേസിൽ നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ? എന്താണ് കോടതി പറഞ്ഞത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ കേസ് തോൽപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്? പോലീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് 2015 കേസ് എടുത്ത് കോടതി കളയുന്നത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? നിങ്ങൾ ഒരു തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങളും ഈ അന്വേഷണത്തിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 7 ഗ്രാം കൊക്കൈൻ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. അതുപോലെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വേണം ഈ പറയുന്ന മഹസർ തയ്യാറാക്കാൻ, അത് ചെയ്തിട്ടില്ല. എന്നു മാത്രമല്ല, അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താ പറയുമോ, അവിടെ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരുടെയും പിന്നീട് അവിടേക്ക് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരിക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? നിങ്ങളൊരു കേസ് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് 2 പേര് 2 അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ചർച്ചയൊന്നുമില്ലേ? നിങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയൊന്നുമില്ലേ? അപ്പോൾ എന്താണ് മനഃപൂർവ്വമായി ഈ കേസ് പോലീസ് തോറ്റു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രകരമായ കാര്യം. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കേസിൽപ്പെട്ട ആൾ കോടതിയിൽ നിന്ന് മുഖമടച്ച് അടി കിട്ടിയ പോലീസ് ഈ കേസിലെ പ്രതി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകരുതലും എടുക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു കോർഡൺ ഓഫ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ആ ഗേറ്റിൻ്റെ എവിടെയെങ്കിലും പോലീസുകാർ നിർത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു മുൻകരുതലും നടത്തുന്നില്ല. എന്നിട്ട് തട്ടി വിളിക്കുമ്പം ഇയാളങ്ങ് ചാടി ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹസമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ആ മുൻകരുതലില്ലെന്ന് മാത്രമല്ല, ഒരു പ്രതി ഓടിപ്പോയിട്ട് ഇത്ര ചെറിയൊരു ലൊക്കയിൽ നിന്ന് ആ പ്രതി എങ്ങോട്ടേക്കാണ് പോയത്? അടുത്തൊരു നക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തു. പിന്നെ അവിടുന്ന് തൃശ്ശൂരേക്ക് പോയി, ഫ്രം ദെയർ പൊള്ളാച്ചിയിലേക്ക് പോയി. ഇപ്പോൾ പൊള്ളാച്ചി എന്തോ ടവർ ലൊക്കേഷൻ കണ്ടിട്ട് അവിടെ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത്രയും വേഗത്തിലൊരു പ്രതിക്ക് അപ്രത്യക്ഷമാകാൻ കഴിയുന്നത്ര നിസ്സാരമായിട്ടുള്ള കരുത്തേ നമ്മുടെ പോലീസ് ഫോഴ്സിനുള്ളൂ. അപ്പോൾ പോലീസ് ഫോഴ്സ് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? അവിടെയും ഈ പറയുന്നൊരു മെല്ലപ്പോക്ക്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയുന്നത് പോലെ ഇനിയിപ്പോൾ നാളെ 3 മണിക്ക് അദ്ദേഹം ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത്. നാളെ 10 മണിക്ക് ഹാജരാകണമെന്നാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഇതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരിയോ മദ്യമോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ബ്ലഡിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താനൊരു സമയമുണ്ടല്ലോ. ആ സമയം മറികടക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ്. ഈ കേസ് എവിടെ പോയി നിൽക്കും? നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഉദാഹരണമില്ലേ? ബഷീർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടില്ലേ? ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അതിനകത്ത് പ്രതിയായിട്ട് വന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോയത്? നിമിഷങ്ങൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയില്ലേ? പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബ്ലഡ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേസ് അവിടെ പോയി നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊരു സാഹചര്യം വെച്ച് കൊടുക്കുന്നു. അവിടെ ഒരു മെല്ലപ്പോക്കില്ലേ? ഈ അർത്ഥത്തിലൊക്കെ ഈ കേസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് കേസില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലാക്കൽ പറയാം. നോക്കൂ, ഇപ്പം വിൻസി അലോഷ്യസ് വന്നിട്ട് 2 കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടും 2 കേസുകളാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, അയാൾ ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചതിന് ശേഷം ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ളതാണ്. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊരു പെൺകുട്ടി വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചും പുതിയ BNS അനുസരിച്ചും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വമേധയാ കേസെടുക്കാം. ഒരു പോലീസ്, ഇഫ് യു ആർ ഹാവിങ് സച്ച് എൻ ഇൻഫർമേഷൻ, ദർ ഇസ് എൻ ആക്ട്. ആ ആക്ട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആക്ട് ചെയ്തുകൊണ്ട് കേസെടുക്കാം. അത് ലൈംഗിക ചുവയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലൊരു പീഡാനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോലീസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിന് ഇതിനകത്ത് ഇടപെടാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. രണ്ടാമത്തെ കാര്യം എന്താ? അയാളൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തുപ്പിക്കളഞ്ഞു എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അവിടെ ഒരു ലഹരി കേസുമുണ്ട്. അങ്ങനെ 2 കേസുകൾ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ എടുക്കാതിരിക്കുന്ന ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമവശം എനിക്കറിയില്ല. എൻ്റെ മനസ്സിലാക്കലിൽ അത്തരത്തിലൊരു സാധ്യത പോലീസിനുണ്ട് എന്ന് തന്നെയാണ്. അപ്പം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു മെല്ലപ്പോക്ക് പല തലങ്ങളിൽ, അത് സിനിമാ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അത് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഇന്റേൺ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ രീതിയിലുള്ള വീഴ്ചകളോടെ ഇപ്പോൾ നാളെ 3 മണിക്ക് ഹാജരാകുമെന്ന് വിചാരിക്കാം. ഒരു സാധനവും നമ്മുടെ അറിവിൽ അവിടുന്ന് കണ്ടെടുത്തിട്ടില്ല. പോലീസ് പറഞ്ഞിട്ടുണ്ട് ഒന്നും അവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ പറയുന്ന MDMA അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാസലഹരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് എത്ര ഉണ്ടാവുന്നുള്ളൂ. 1 ഗ്രാം, 2 ഗ്രാം അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ 7 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഈ 7 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടെന്നേ അതൊരാൾക്ക് പോക്കറ്റിലിട്ടിട്ട് എത്ര വേഗത്തിലോടി മറിയാം. അത് എവിടുന്ന് കണ്ടുപിടിക്കാനാണ്? അപ്പോൾ പിന്നെ അവിടെ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല, പുറത്ത് നിൽക്കുന്നത് പോലീസാണെന്ന് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടുന്ന് ഓടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ അവിടുന്ന് മാറ്റാനും അയാൾക്ക് എളുപ്പമാണ്. അതിന് തെളിവൊന്നും ഇല്ലെന്നേ. ഇതിപ്പം മദ്യമോ അല്ലെങ്കിൽ ഒരു ടേബിൾ ലാമ്പോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ ഒന്നും അല്ലല്ലോ എടുത്തുകൊണ്ട് ഓടുന്നത്. ഇത് കേവലം 1-2 ഗ്രാമുള്ള ഒരു കൊക്കൈനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെളിവൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ സെർച്ച് മെമ്മോയിലൊന്നും തന്നെ തെളിവുകൾ പിന്നെ ഇല്ല. ഇനിയിപ്പം ഈ പറയുന്ന ബ്ലഡ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അതിപ്പോൾ നാളെ 3 മണിക്കാണ് അയാൾ ഹാജരാകുന്നെങ്കിൽ 72 മണിക്കൂർ താങ്കൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞിരിക്കുന്നു. നാളെ ആകുമ്പോഴത്തേക്ക് അത് 100 മണിക്കൂറാകും. 100 മണിക്കൂറിന് ശേഷം ഒരു തരി പോലും ബ്ലഡിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കേസ് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ആകപ്പാടെ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എന്താണെന്നറിയാവോ? നിങ്ങൾ എന്തിനാണ് ഓടിയത് എന്നുള്ളതാണ്. സത്യത്തിൽ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിയത്? നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ?
മറ്റൊരർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കി, ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനല്ലേ, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തോട് ഒരാൾ മോശമായി പെരുമാറുമോ? പോലീസ് മോശമായി പെരുമാറുമോ? സാധാരണ ആളുകളോട് പെരുമാറുന്നതൊക്കെ അല്ലല്ലോ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രിവിലേജ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് വാതിൽ തുറക്കാം, എന്നിട്ട് പോലീസിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം, അതിനനുസരിച്ച് അയാൾക്ക് പെരുമാറാം. അവിടെ ഒന്നുമില്ല എങ്കിൽ പോലീസ് അവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സംശയം ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിനകത്ത് പോലീസ് ഉന്നയിക്കുകയാണെങ്കിൽ അയാൾക്ക് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഉള്ളൂ. അവന് പകരം അത് അടച്ചു വെച്ചിട്ട് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക, ഒരു എന്തൊക്കെയോ കാര്യങ്ങളില്ലാത്തൊരു ഒരു സംശയം ഉണ്ടാകുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പോലീസിൻ്റെ അവിടുന്ന് ഈ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ തിരിച്ചു വരുന്നത് വളരെ ശക്തനായിട്ടായിരിക്കും. അയാൾക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ എത്തുന്നൊരു നിഗമനം എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്രകാരമുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇല്ലാതായി പോകും എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ശക്തമായ നിയമ പിന്തുണയൊക്കെ അയാൾക്കുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ട് അയാളൊരു സമ്പന്നൊക്കെ ആയിട്ടുള്ള ആളായിരിക്കും. അയാൾക്ക് നാച്ചുറലി നല്ല നിയമോപദേശം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരിക്കൽ 2015 ഈ കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാൻ വേണമെങ്കിൽ പോലീസിനെ കാണുമ്പോൾ പെട്ടെന്ന് ഭയന്നിട്ട് ഓടുകയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് കോടതിയിൽ അങ്ങോട്ടേക്ക് വാദിച്ചു കഴിഞ്ഞാലും വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഊരിപ്പോരാവുന്ന ഒരു കേസ് മാത്രമായിട്ട് അത് അവസാനിക്കും. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അത് ദിസ് ഇസ് എ വാർണിംഗ് ടു ദി സൊസൈറ്റി. കാരണം എന്താ വെച്ചാൽ സമൂഹം ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഞാനതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരാം. പക്ഷേ സമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അടി കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം അതിശക്തമായി പുറത്തു നിൽക്കുന്നു. ആ പിന്തുണയിൽ അഭിരമിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുന്നു. എന്നുവെച്ചാൽ ആരെയും എന്തും വിളിച്ച് പറയാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചുകൊണ്ട് എത്ര മോശമായിട്ടാണ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയൊക്കെ പെരുമാറിയിട്ടുള്ളത്. അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ വിനയൻ പറയുന്നുണ്ടായിരുന്നു എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയിരിക്കുന്നത്, എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ലൈക്കുകൾ കിട്ടി നല്ല രീതിയിൽ ആളുകൾ കൈയടിച്ച് തമ്പുമൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള ഇമോജികൾ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെന്നുപെടുന്ന അബദ്ധം അവർ ചെന്നുപെടുന്നു എന്ന് മാത്രമല്ല അവരൊരു പ്രത്യേക മാതൃകയായിട്ട് സൊസൈറ്റിയിൽ മാറുകയാണെന്ന്. എനിവൺ ക്യാൻ ഡു എനിത്തിങ്, എനിവൺ ക്യാൻ സ്പീക്ക് എനിത്തിങ്, എനി റബ്ബിഷ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. ആ അർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ കേസിനെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ലഹരി പ്രശ്നം മാത്രമായിട്ടല്ല കാണുന്നത്, നമ്മുടെ സൊസൈറ്റിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന അപകടകരമായൊരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തെ കാണുന്നത്. Meet the editors.